42-ാം ദിവസം വിവിധ തരത്തിലുള്ള സ്നേഹങ്ങൾ. സ്നേഹം എന്നതൊരു വജ്രം പോലെയാണ്. അതിന് പല വശങ്ങളുണ്ട്. പുരാതന ഗ്രീക്ക് തത്വശാസ്ത്രത്തിലും മനഃശാസ്ത്രത്തിലും സ്നേഹത്തെ പ്രധാനമായും 6 അല്ലെങ്കിൽ 8 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. അവയെ നമ്മുടെ ആത്മീയവും സാമൂഹികവുമായ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഓരോ ബന്ധത്തിനും അതിൻ്റെതായ ആഴവും സ്വഭാവമുണ്ട്. ഈ വൈവിധ്യം മനസ്സിലാക്കുന്നത് നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും. ആദ്യത്തേത് സ്റ്റോർഗെ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള സ്വാഭാവികമായ സ്നേഹമാണ്. അതിൻ്റെ ആത്മീയവശം സഹോദരതുല്യമായ വാത്സല്യത്തോടെ പരസ്പരം സ്നേഹിക്കുവിൻ. ബഹുമാനിക്കുന്ന കാര്യത്തിൽ പരസ്പരം മത്സരിക്കുവിൻ. റോമാലേഖനം 12-ാം അധ്യായം 10-ാം വാക്യം. ഈ സ്നേഹത്തിന്റെ പ്രത്യേകത ഇത് രക്തബന്ധത്തിൽ അധിഷ്ഠിതമാണ്. സുരക്ഷിത ബോധമാണ് ഇതിന്റെ അടിസ്ഥാനം. രണ്ടാമത്തെ തരത്തിലുള്ളത് ഫീലിയ, സൗഹൃദ സ്നേഹമാണ്. തുല്യ മാനസികാവസ്ഥയുള്ളവർ തമ്മിലുള്ള ആഴമേറിയ സൗഹൃദമാണ് അത്. പരസ്പര ബഹുമാനമാണ് ഇതിന്റെ കാതൽ. സ്നേഹിതൻ എപ്പോഴും സ്നേഹിക്കുന്നു. കഷ്ടതയിൽ സഹായിക്കാൻ ജനിച്ചവനാണ് സഹോദരൻ. സുഭാഷിതങ്ങൾ 17-ാം അധ്യായം 17-ാം വാക്യം. ഈ സ്നേഹത്തിന്റെ പ്രത്യേകത വിശ്വസ്തതയും പങ്കുവയ്ക്കലുമാണ്. മൂന്നാമതായി ഇറോസ്, വൈകാരിക സ്നേഹം. ദമ്പതികൾ തമ്മിലുള്ള ശാരീരികവും വൈകാരികവുമായ സ്നേഹമാണ്. ഇത് തീക്ഷ്ണമായ ഒന്നാണ്. ഉത്തമഗീതത്തിൽ വിവരിക്കുന്ന പ്രണയത്തിന്റെ ആഴം ഇതിന് ഉദാഹരണമാണ്. ഇത് വിശുദ്ധമായ ഒരു ഉടമ്പടിയുടെ ഭാഗമാകണം. 4, ദൈവിക സ്നേഹം അല്ലെങ്കിൽ അഗാപ്പെ. ഇതാണ് ഏറ്റവും വലിയ സ്നേഹം. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന സ്നേഹമാണ്. ശത്രുവിനെ പോലും സ്നേഹിക്കുവാൻ കഴിയുന്നത് ഈ കരുത്ത് ഉള്ളപ്പോഴാണ്. ദൈവം സ്നേഹമാകും. 1 യോഹന്നാൻ 4:8. ഇതിന്റെ പ്രത്യേകത പ്രതിഫലം ആഗ്രഹിക്കാതെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. 5, ഫിലൗത്തിയ, ആത്മസ്നേഹം. നമ്മെ തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയൂ. ഇത് അഹങ്കാരമല്ല, മറിച്ച് ആത്മവിശ്വാസമാണ്. ആത്മീയത പറയുന്നത് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നതാണ്. നമ്മെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയൂ. സീനിയ, അതിഥി സ്നേഹം. അപരിചിതരോട് കാണിക്കുന്ന കരുണയും സ്നേഹവുമാണ്. അതിഥി സൽക്കാരത്തിൽ വിമുഖത കാണിക്കരുത്. അതുവഴി ചിലർ അറിയാതെ തന്നെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ട്. ഹെബ്രായർ 13:2. ഇന്ന് 2026 മാർച്ച് 30 ഈ വ്യത്യസ്ത സ്നേഹങ്ങൾ ഒത്തുചേർന്ന വാർത്താ സന്ദർഭം ഇതാണ്. വയനാട്ടിലെ ഒരു ഗ്രാമത്തിൽ നടന്ന കൂട്ടായ്മയുടെ ഈസ്റ്ററാണ്. അവിടെ ഒരു കുടുംബം തങ്ങളുടെ വീട് നഷ്ടപ്പെട്ട ഒരു അയൽക്കാരന് വേണ്ടി ഒരു ചെറിയ വീട് നിർമ്മിച്ചു നൽകി. ഗ്രാമത്തിലെ യുവാക്കൾ അതിനുവേണ്ടി അധ്വാനിച്ചു. ഇതിനാവശ്യമായ പണം നൽകിയത് വിദേശത്തുള്ള തികച്ചും അപരിചിതരായ കുറച്ച് ആളുകളാണ്. പഠിപ്പിക്കുന്ന പാഠം, സ്നേഹം അതിൻ്റെ എല്ലാ രൂപങ്ങളിലും ഒത്തുചേരുമ്പോഴാണ് ഒരു സമൂഹം സ്വർഗതുല്യമാകുന്നത്. സ്നേഹം കേവലം ഒരു വാക്കല്ല, മറിച്ച് പല രൂപങ്ങളിൽ വെളിപ്പെടുന്ന പ്രവൃത്തിയാണ്. ഇന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ബന്ധവും ഏതുതരം സ്നേഹമാണെന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക. ഇന്നൊരു സുഹൃത്തിനെയോ കുടുംബാംഗത്തെയോ വിളിച്ച് നിങ്ങളുടെ സ്നേഹം അറിയിക്കുക. ഒരു അപരിചിതനോട് കരുണ കാണിക്കുക. എൻ്റെ സ്നേഹം ഇന്ന് ഒരാൾക്കെങ്കിലും ആശ്വാസമായോ എന്ന് ചിന്തിക്കുക. സ്നേഹത്തിൻ്റെ വൈവിധ്യം നമ്മുടെ ജീവിതത്തെ വർണ്ണാഭമാക്കുന്നു. ഇവയിൽ അഗാപ്പെ എന്ന നിരുപാധിക സ്നേഹത്തിലേക്ക് വളരാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഈ എല്ലാ സ്നേഹങ്ങളുടെയും പൂർണ്ണ രൂപമാണ്. നമുക്കും പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.